പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമീൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ ആലിക്കൽ കോർ എപ്പിസ്കോപ്പ. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് തിരുത്താവുന്നതാണ്. എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, വലിയ നോമ്പ് കാലത്ത് ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ എന്നിവയെ പറ്റിയാണ്. നമുക്കറിയാം, നോമ്പിൻ്റെ ചരിത്രം അപ്പോസ്തലകാലം മുതലുണ്ട്. കർത്താവ് 40 മണിക്കൂർ സമയമാണ് കബറിൽ ആയിരുന്നത്. എന്ന് വെച്ചാൽ ഈ 3 ദിവസവും ഞാൻ കബറിലായിരുന്നു എന്ന് ധരിക്കരുത്. ശരീരം അവിടെ ഉണ്ട്, പക്ഷെ ആത്മാവ് പാതാളത്തിൽ ചെന്ന് അവരോട് സുവിശേഷം പ്രസംഗിച്ചതായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. 1 പത്രോസ് 3:18 മുതലും 4:6 മുതലും വായിക്കുമ്പോൾ അവിടെ ഉണ്ട്. ഞാൻ ഇതിനു മുമ്പ് അത് പറഞ്ഞിട്ടുണ്ട്. 40 മണിക്കൂർ സമയം കഴിഞ്ഞാണ് താൻ ഉയർത്തെഴുന്നേറ്റത്. അപ്പോൾ ആ 40 മണിക്കൂർ കണക്കാക്കി അപ്പോസ്തലന്മാർ 40 മണിക്കൂർ ഉപവസിച്ചിരുന്നു എന്നാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. വേദപുസ്തകത്തിലില്ലെങ്കിലും ചരിത്രം പറയുന്നത് അങ്ങനെയാണ്. നോമ്പ് അന്നുണ്ടായിരുന്നു എന്നുള്ളതിന് അപ്പോസ്തല പ്രവൃത്തികൾ 27:9 വായിക്കുമ്പോൾ കാണാം. യഹൂദന്മാരുടെ ഉപവാസ ദിവസം കഴിയുന്നത് വരെ ഞങ്ങൾ വളരെ കാലം അവിടെ പാർത്തു. അപ്പോൾ ആരെങ്കിലും സമുദ്രയാത്ര ചെയ്യുന്നത് അപകടകരമായിരുന്നു. യഹൂദന്മാരുടെ ഉപവാസ ദിവസം, അതായത് 9 ദിവസം കഴിയുന്നവരെ വളരെ കാലം ഞങ്ങൾ അവിടെ പാർത്തു. അപ്പോൾ പൗലോസ് അതിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ പൗലോസ് ആ നോമ്പ് നോറ്റു എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. കാരണം ഇപ്പോൾ ആരെങ്കിലും സമുദ്രയാത്ര ചെയ്യുന്നത് അപകടകരമായിരുന്നു. അപ്പോൾ നോമ്പിനെ പറ്റിയുള്ള സൂചനകൾ വേദപുസ്തകത്തിലുണ്ട്. ആ യഹൂദന്മാരുടെ നോമ്പ് പൗലോസ് നോക്കിയിരുന്നു, നമ്മുടെ കർത്താവിൻ്റെ ശിഷ്യന്മാർ നോക്കിയിരുന്നു. ആ 40 മണിക്കൂർ ശിഷ്യന്മാർ നോമ്പ് നോറ്റ് ഉപവസിച്ചത് കൊണ്ട്, ഉപവാസം എന്ന് പറയുന്നതാണ് നോമ്പ്. അതാണല്ലോ നാം മനസ്സിലാക്കേണ്ടത്. കർത്താവ് 40 മണിക്കൂർ കബറിലായിരുന്നത് കൊണ്ട് ആ 40 മണിക്കൂർ ശിഷ്യന്മാർ നോമ്പ് നോറ്റു. അത് കഴിഞ്ഞ് ഈസ്റ്ററായി തൊട്ടടുത്ത്. അത് കണക്കാക്കിയിട്ട് ആ 40 മണിക്കൂർ ക്രമീകരിച്ചു. 40 മണിക്കൂർ പറ്റും 40 ദിവസമായി. പിന്നെ കഷായം ഒഴിച്ച് ചേർത്ത് അത് 50 ദിവസമായി. അങ്ങനെയാണ് വലിയ നോമ്പ് 50 ദിവസമായി. ഈ 3-ാം ദിവസം എന്ന് പറയുന്നത് കർത്താവിനെ ക്രൂശിച്ചത് വെള്ളിയാഴ്ച, അടക്കിയത് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് മുമ്പ് മൃതദേഹം സംസ്കരിക്കണം. പിറ്റേ ദിവസം ശാബതാണ്. ശാബതായതുകൊണ്ട് ക്രൂശിൽ മൃതദേഹം കിടക്കാൻ പാടില്ല. യഹൂദ നിയമം അതാണ്. ചിലര് ക്രൂശിക്കപ്പെടുമ്പോഴേ 2-3 ദിവസം ക്രൂശിൽ കിടക്കും. അവിടെ കിടന്ന് പയ്യെ പയ്യെ വലിച്ചൊക്കെയാണ്, ശ്വാസം കിട്ടാതെ വിഷമിച്ചാണ് മരിക്കുന്നത്. എന്നാൽ കർത്താവിൻ്റെ മരണം പെട്ടെന്ന് കഴിഞ്ഞു. വൈകിട്ട് 3 മണിക്ക് തന്നെ കർത്താവ് മരിച്ചു. യഹൂദ നിയമം അനുസരിച്ച് 3-ാം മണി നേരത്താണ് കർത്താവിനെ ക്രൂശിക്കാനായിട്ട് പീലാത്തോസ് വിട്ടുകൊടുക്കുന്നത്. 3-ാം മണി എന്ന് പറയുന്നത് നമ്മുടെ രാവിലെ 9 AM. അപ്പോൾ അത് ക്രൂശി ചുമന്നുകൊണ്ട് കർത്താവ് ഗോകുൽത്താ മലമുകളിൽ വന്ന് അവിടെ ചെന്ന് ക്രൂശി തൂക്കിയവർ.
9 മണിക്ക്, അതായത് വെള്ളിയാഴ്ച 3 PM കർത്താവ് മരിക്കുകയും ചെയ്തു. അപ്പോൾ ഏകദേശം 6 മണിക്കൂറായില്ല. 6 മണിക്കൂർ കിട്ടില്ല. കാരണം 6 മണിക്കൂർ ക്രൂശിക്കാൻ, 3-ാം മണിക്ക് ക്രൂശിക്കാൻ ഏൽപ്പിച്ചോളൂ. പിന്നെ ആ ക്രൂശ് ചുമന്നുകൊണ്ടുവന്ന സമയമൊക്കെ കണക്കാക്കി നോക്കുമ്പോൾ 5 മണിക്കൂറിന് ഇടയ്ക്ക്, 5 മണിക്കൂറിൽ കൂടുതൽ ക്രൂശിൽ കിടന്ന് കാണാൻ സാധ്യത കുറവാണ്. കറക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ വെള്ളിയാഴ്ച 6 മണിയായാൽ പിന്നെ ശനിയാഴ്ചയായി. അപ്പം അതിനു മുമ്പ് അടക്കണം. പെട്ടെന്ന് കർത്താവിന് അടക്കുവാനായിട്ട് അരിമത്യായിലെ യോസേപ്പ് സന്യത്തിന് അംഗമാണ്, മന്ത്രിയും കൂടിയാണ്. അപ്പം അവന് പീലാത്തോസിൻ്റെ അടുക്കൽ കൂടുതൽ സ്വാധീനമുണ്ട്. അദ്ദേഹം അവിടെ ചെന്ന് യേശു മരിച്ചു, അവന് അടക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞു. ഇത്ര വേഗം മരിച്ചു എന്ന് ചോദിച്ചു. മരിച്ചു. എന്നാൽ നിങ്ങളുടെ നിയമപ്രകാരം അടക്കിക്കോ. അങ്ങനെയാണ്. അപ്പോൾ നിക്കോദിമോസും വന്നു. അവർ രണ്ടുപേരും കൂടിയാണ് കർത്താവിനെ അടക്കുന്നത്. അപ്പോൾ 6 മണിക്ക് മുമ്പ് അടക്കിയതുകൊണ്ട് അത് 1-ാം ദിവസമായി. വെള്ളിയാഴ്ച 6 മുതൽ ശനിയാഴ്ച 6 വരെ, വൈകിട്ട് 6 വരെ 2-ാം ദിവസം. ശനിയാഴ്ച 6 മുതൽ ഞായറാഴ്ച വെളുക്കുന്നവരെ, അല്ലെങ്കിൽ വെളുപ്പിന് വരെ 3-ാം ദിവസം. ഞായറാഴ്ച വെളുപ്പിനാണ് കർത്താവ് ഉയർക്കുന്നത്. അങ്ങനെയാണ് 3-ാം ദിവസം എന്ന് പറയുന്നത്. വെള്ളിയാഴ്ച ഒരു ദിവസമായിട്ട് കണക്കാക്കണം. ഒരു ദിവസത്തിൻ്റെ അല്പം ഭാഗം വന്നാലും അത് മുഴുവൻ ദിവസമായിട്ട് കണക്കാക്കണം. അങ്ങനെയാണ് യഹൂദ നിയമം. ശനിയാഴ്ച ഫുൾ ഡേ കിട്ടി, 24 മണിക്കൂർ കിട്ടി. ശനിയാഴ്ച 6 മണി കഴിഞ്ഞു, 3-ാം ദിവസം ആരംഭിച്ചു ഞായറാഴ്ച വെളുപ്പിന് അല്ലെങ്കിൽ പ്രഭാതത്തിൽ 3 മണിക്കും 6 മണിക്കും ഇടയ്ക്ക് കർത്താവ് ഉയർത്തു എന്നാണ് പിതാക്കന്മാരുടെ ഒരു ഏകദേശ സങ്കല്പവും പഠിപ്പിക്കലും. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ആർക്കും കാണാൻ പറ്റില്ല. എത്ര നോക്കിയിരുന്നാലും കാണാൻ പറ്റില്ല. അതുകൊണ്ട് പഴയ ശരീരമല്ല ഇപ്പം അത്. ശരീരം പഴയത് തന്നെ, പക്ഷെ അതിന് കുറച്ചുകൂടെ തേജസ്കരണം കിട്ടി, മഹുദ്ധീകരണം കിട്ടി. അങ്ങനെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോയി. ആ മഹുദ്ധീകരിക്കപ്പെട്ട ശരീരം, തേജസ്കരിക്കപ്പെട്ട ശരീരം നമ്മുടെ മാനുഷിക കണ്ണുകളോട് കാണാൻ പറ്റില്ല. കണ്ടാൽ നമ്മൾ മരിച്ചു. അത്രമാത്രം ഉഗ്രമായ ശോഭയാണ് കർത്താവിൽ നിന്നും പ്രവഹിക്കുന്നത്. ഒന്നാണ് ദൈവത്തെ ആരും കണ്ടിട്ടില്ല എന്നൊക്കെ തീമോത്തിയോസിന്റെ ലേഖനത്തിൽ പൗലോസ് പറയും. ആരും കണ്ടിട്ടില്ല, കാണാൻ സാധിക്കുകയില്ല. ഉഗ്രമായ ശോഭയും തേജസ്സും ഉഗ്രകിരണങ്ങളാണ് അവനെ ഇന്ന് പ്രവഹിക്കുന്നത്. സൂര്യൻ്റെ കിരണമൊന്നുമില്ല, അതിനേക്കാൾ വലിയ ചൂടിലാണ്, അതിനേക്കാൾ വലിയ ശക്തിയിലാണ് തേജസ്. അത് നോക്കിക്കാൻ പോലും പറ്റില്ല. മാലാഖമാർ പോലും ചിറകളുകൊണ്ട് കണ്ണുമൂടി പാദം മൂടിയൊക്കെയാണ് നീ പരിശുദ്ധൻ 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 എന്ന് പറയുന്ന ആർത്തട്ടഹസിച്ച് അവനെ സ്തുതിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ആർക്കും കാണാൻ പറ്റില്ല. അപ്പോൾ ആ കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. 40 മണിക്കൂർ അപ്പോസ്തലന്മാർ നോമ്പ് നോറ്റിട്ടുണ്ട്. നമ്മളും ഈ അൻപ് നോക്കുവാൻ ബാധ്യസ്ഥരാണ്. ആ കാലത്ത് പരിശുദ്ധനായ പൗലോസ്ലീഹായുടെ കാലത്തും അപ്പോസ്തലന്മാരുടെ കാലത്തും നോമ്പുണ്ടായിരുന്നു. യഹൂദ നിയമമനുസരിച്ച് നോമ്പുണ്ടായിരുന്നു. ആ നോമ്പ് ക്രിസ്ത്യാനികളായിട്ടുള്ളവരും നോക്കിയിരുന്നു, പ്രത്യേകിച്ച് അപ്പോസ്തലന്മാർ. രണ്ടാമത്തെ കാര്യം, നോമ്പിൻ്റെ ഭക്ഷണ രീതി നിങ്ങൾക്കറിയാം. ഭക്ഷണ രീതി മാത്രമല്ല, ആത്മാവിലും ശരീരത്തിലും നോമ്പ് നോൽക്കുന്നവരുടെ തലമുറ മാലാഖമാരുടെ ആ തലമുറയോട്, അവരുടെ തലമുറ എന്ന് പറയുമ്പോൾ മാലാഖമാരുടെ ആ ശ്രേഷ്ഠതയോട് തുല്യപ്പെടുത്തിയിരിക്കുന്ന പിതാക്കന്മാർ. ശരീരത്തിൽ മാത്രമല്ല, ആത്മാവിൽ നോക്കണം, ദാനധർമ്മങ്ങൾ ചെയ്യണം, ധാർമ്മിക പ്രവർത്തനങ്ങൾ ചെയ്യണം, വിശുദ്ധി പാലിക്കണം, നന്മ കൂടുതൽ പ്രവർത്തിക്കണം, തിന്മയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം.
മറ്റുള്ളവരോട് സഹതാപത്തോടെ പെരുമാറണം, അടിമകളെ വിടർത്തണം തുടങ്ങിയ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. യെശയ്യാ പ്രവാചകന്റെ 58-ാം അധ്യായത്തിൽ അതൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, നേതൃത്വ ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് സന്ധ്യാപ്രാർത്ഥന, നോമ്പിൻ്റെ പ്രാർത്ഥന നടത്തണം. ഭക്ഷണ നോമ്പ് പാതിര കഴിഞ്ഞ് ആരംഭിക്കുള്ളൂ. വലിയ നോമ്പിൻ്റെ ഒരു പ്രത്യേകതയാണ് പറയുന്നത്. വലിയ നോമ്പിൻ്റെ 3 നോമ്പിൻ്റെ ഈ 50 ദിവസം നീണ്ടു നിൽക്കുന്നത് കൊണ്ട് നേതൃത്വ ഞായറാഴ്ചയുടെ വൈകിട്ട് ഭക്ഷണ നോമ്പില്ല. പക്ഷേ നമസ്കാര നോമ്പിൻ്റേതായിരിക്കും. ഒരു കാര്യം കൂടി, 6 മണി മുതൽ ശാരീരിക നോമ്പുണ്ട്. ഭക്ഷണ നോമ്പ് പാതിരാത്രി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ട, തെറ്റിദ്ധരിക്കരുത്. നേതൃത്വ ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് നോമ്പിൻ്റെ പ്രാർത്ഥന തന്നെ നടത്തണം. ഭക്ഷണ നോമ്പ് അത്താഴത്തിനില്ല. എന്നാൽ ശാരീരിക നോമ്പ്, വ്രതം തോൽക്കുന്നത് 6 മണി മുതൽ തന്നെ ആയിരിക്കണം. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഉപവാസം പാടില്ല, കുമ്പിടിലും പാടില്ല. മറ്റ് 5 ദിവസങ്ങളിലും കുമ്പിട്ട് പ്രാർത്ഥിക്കണം. കവമ ചെല്ലുമ്പോഴും കുമ്പിടേണ്ട സമയങ്ങളിലും 40 കുമ്പിടേണ്ട സമയങ്ങളിലും കുമ്പിട്ടിരിക്കണം. നേരത്തെ പറഞ്ഞു, വലിയ നോമ്പിന് പ്രത്യേക പ്രാർത്ഥനാ ക്രമമുണ്ട്. അതുകൊണ്ട് തന്നെ നോമ്പിൻ്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാം. സാധാരണ നമസ്കാരമല്ല നോമ്പിൽ നമ്മൾ ചൊല്ലുന്നത്. നമ്മുടെ കർത്താവ് നോറ്റ നോമ്പായതുകൊണ്ടാണ് ആ പ്രത്യേകത വന്നിരിക്കുന്നത്. അവന് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ടാണ് നാം നോമ്പ് നോൽക്കുന്നത്. മനുഷ്യനും ദൈവവുമായവൻ നോമ്പ് നോറ്റ് നമുക്ക് കാണിച്ചു തന്നെങ്കിൽ നാമും നോമ്പ് നോക്കാൻ കടപ്പെട്ടവരാണെന്ന ചിന്ത മനസ്സിലുണ്ടാകണം. 7 നേരത്തെ പ്രാർത്ഥന ക്രമീകരിക്കുന്നു. സന്ധ്യാപ്രാർത്ഥന സൂത്താറ അല്ലെങ്കിൽ ഉറക്കസമയത്ത് പ്രാർത്ഥന വൈകിട്ട് നടത്തുക. പാതിരാത്രിയുടെ പ്രാർത്ഥന ഏകദേശം 4 മണിക്കോ 5 മണിക്കെങ്കിലും എഴുന്നേറ്റ് പാതിരാത്രിയുടെ പ്രാർത്ഥനയും പ്രഭാത പ്രാർത്ഥനയും 3-ാം മണി നേരത്തെ പ്രാർത്ഥനയും കഴിക്കണം. ഉച്ചയ്ക്ക് ഉച്ചപ്രാർത്ഥനയും 9-ാം മണി നേരത്തെ പ്രാർത്ഥനയും കഴിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി 40 കുമ്പിടണം. ഇനി രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ സമയമില്ലെങ്കിൽ പാതിരാത്രിയുടെ പ്രാർത്ഥനയും പ്രഭാത പ്രാർത്ഥനയും നടത്തി അവസാനിപ്പിക്കാം. പിന്നെ 3-ാം മണി നേരത്തെയും മധ്യാഹ്നത്തെയും 9-ാം മണി നേരത്തെയും പ്രാർത്ഥന കഴിച്ചിട്ട് വേണം 40 കുമ്പിടൽ. വിശ്വാസ പ്രമാണം കഴിയുമ്പോൾ കുറിയേലായിസോൻ അങ്ങനെ 10 പ്രാവശ്യം പറഞ്ഞ് 10 കുമ്പിടണം. മോറാൻ ഇസ്രാഹ മേലാൻ പറഞ്ഞ് 10 പ്രാവശ്യം കുമ്പിടണം. മോറാൻ ഉസ്രാഹെ മേലാൻ പറഞ്ഞ് 10 പ്രാവശ്യം കുമ്പിടണം. മോറാൻ അനുറാഹെ മേലാൻ പറഞ്ഞ് 10 പ്രാവശ്യം കുമ്പിടണം. അങ്ങനെ 40 കുമ്പിടിൽ നടത്തി സുഖസ്രായ പിതാവെ ചൊല്ലി പ്രാർത്ഥന അവസാനിപ്പിക്കണം. പള്ളിയിൽ 3 നേരവും മണിയടിക്കണം. രാവിലെ അടിക്കണം, ഉച്ചയ്ക്ക് അടിക്കണം, വൈകുന്നേരം അടിക്കണം. സാധാരണ ദിവസങ്ങളിൽ രാവിലെയും വൈകിട്ടുള്ളൂ. എന്നാൽ പള്ളിയിൽ അങ്ങനെയല്ല, 3 നേരവും മണിയടിക്കണം. ഈ പ്രാർത്ഥനാ സമയം കാണിക്കാനത് പള്ളികളിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥന നടത്തിക്കൊള്ളണം. വീടുകളിൽ വേണ്ടാന്നല്ല പറഞ്ഞത്, വീടുകളിൽ വേണം. ജോലിക്ക് പോകുന്നവർക്കോ ഉദ്യോഗസ്ഥന്മാർക്കോ ഒക്കെ ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ രാവിലെ ഈ പ്രാർത്ഥനകളൊക്കെ കഴിക്കണം. പാതിരാത്രിയുടെയും പ്രഭാതത്തിൻ്റെയും 3-ാം മണി നേരത്തിൻ്റെയും ഉച്ചപ്രാർത്ഥനയും 9-ാം മണി നേരത്തെ പ്രാർത്ഥനയും കഴിച്ച് 40 കുമ്പിടിലും കഴിഞ്ഞ് ജോലിക്ക് പോകാം. അപ്പോൾ ഇത് വലിയ പ്രയാസമല്ലെന്ന് ചോദിക്കും. പ്രയാസമാണ്. അതുകൊണ്ടാണല്ലോ നോമ്പിൻ്റെ പ്രത്യേകത. നമുക്ക് ഇഷ്ടമുള്ളത് ത്യജിക്കണം എന്ന് പറയുമ്പോൾ കുമ്പിടാതിരിക്കുന്ന നമുക്ക് ഇഷ്ടമാണ്, പക്ഷെ അത് ത്യജിച്ചിട്ട് കുമ്പിടണം.
അപ്പം അങ്ങനെ ചെയ്യുന്നവരോടെന്ന് വെച്ചാൽ ചെയ്യുന്നവരൊക്കെ ധാരാളം പേരുണ്ട്, നമുക്കൊന്നും ആരുമില്ല. പിന്നെ അവനവൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് കുമ്പിടലിന് അല്പം ഒരു കൺസെഷൻ ഉണ്ടെന്നല്ലാതെ പ്രാർത്ഥനകൾ തികച്ചിരിക്കണം. അത് പ്രധാനപ്പെട്ട സംഗതിയാണ്. പിന്നെ ഉപവാസമുള്ള ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന പാടില്ല. ഇപ്പോൾ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ വലിയ നോമ്പ് കാലത്ത് വിശുദ്ധ കുർബാന ചൊല്ലുവാൻ പാടില്ല. കാരണം അന്ന് ഉപവസിക്കുന്ന ദിവസമാണ്. ഉപവസിക്കുന്ന ദിവസത്തിൽ കുമ്പിടിൽ പാടില്ല, കുർബാനയും പാടില്ല. എന്തുകൊണ്ടാണ്? കുർബാന എന്ന് പറയുന്നത് വലിയൊരു വിരുന്നാണ്. അതാ പിതാക്കന്മാർ പഠിപ്പിക്കുന്നു. വിശുദ്ധ കുർബാന അനുഭവിച്ചാൽ ഒരു വിരുന്നിൽ സംബന്ധിച്ച പ്രതീതിയാണ്. വയറൊക്കെ നിറഞ്ഞു, സമർത്ഥമായിട്ട് നിറഞ്ഞു. അതാ അതിൻ്റെ അർത്ഥം. ആ വലിയ വിരുന്നെന്ന് ഉദ്ദേശിക്കുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന സ്വർഗീയ സൗഭാഗ്യമാണ്. അല്ലാണ്ട് വലിയ വിഭവങ്ങളോട് കൂടിയ വിരുന്നൊന്നുമല്ല. ജമാനന്മരുമന്നേരത്തോണാർവുള്ളോരായി മുന്തിരിതൻ തോപ്പിൽ പടിയ. ആ പാട്ട് തോപ്പിൽ പഴിയുന്നവർക്ക് പിതാവ് ഭക്ഷണം തയ്യാറാക്കുന്നതും പുത്രൻ വിളമ്പി തരുന്നതും പരിശുദ്ധ റൂഹായുടെ സാന്നിധ്യമൊക്കെ പറയുന്ന ആ ഗീതം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഒരു സ്വർഗീയ വിരുന്നാണ് വിശുദ്ധ കുർബാന. അപ്പം ആ വിരുന്ന് ആസ്വദിക്കാനുള്ളത് കൊണ്ട് അന്ന് കുമ്പിടാൻ പാടില്ല, ഉപവസിക്കാൻ പാടില്ല. മറ്റ് ദിവസങ്ങളിൽ ഉപവാസം ഉള്ളതുകൊണ്ട് വിശുദ്ധ കുർബാന ചൊല്ലുവാൻ സാധ്യമല്ല, കുർബാന ചൊല്ലാൻ പാടില്ല. ഒരു കാരണവശാലും കുർബാന ചൊല്ലില്ല, എന്തൊന്നാലും ചൊല്ലില്ല. ശനിയാഴ്ച പഴയ ശാബത്തായതുകൊണ്ടും ഞായറാഴ്ച പുതിയ ശാബത്തായതുകൊണ്ടും, അല്ലെങ്കിൽ ഞായറാഴ്ച കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന് സൂചിപ്പിച്ചും പുതിയ നിയമത്തിൽ ശാബത്ത് ഞായറാഴ്ച ആക്കിയിട്ടുണ്ട്. പക്ഷേ പഴയ ശാബത്തിനെ നമ്മൾ മറക്കുന്നില്ല. പഴയതിനെ മറന്നിട്ട് നമ്മൾ പുതിയതിലേക്ക് വരുന്നില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നോമ്പ് ദിവസങ്ങളിൽ വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ ഞായറാഴ്ച വൈകിട്ട് വരെ കുമ്പിടാൻ പാടില്ല. പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചാലും ഇല്ലെങ്കിലും കുമ്പിടാൻ പാടില്ല. എല്ലാവർക്കും ഇപ്പോൾ ശനിയാഴ്ച ഞായറാഴ്ചയും പോകാൻ പറ്റിയെന്ന് വരില്ല, എന്നാലും കുമ്പിടാൻ പാടില്ല, ഉപവസിക്കാനും പാടില്ല. ഉപവസിക്കുന്ന ചിലർ ഉച്ചവരെ എടുക്കും, ചിലർ 3 മണി വരെ എടുക്കും. അതൊക്കെ അവനവൻ്റെ സൗകര്യം പോലെ ചെയ്യാം, അതിന് കുഴപ്പമില്ല. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോകളിൽ സമയം പോലെ പറഞ്ഞോളാം. അപ്പോൾ ഈ നോമ്പ് അതിൻ്റേതായ ഗൗരവത്തിൽ നോക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പണ്ടൊക്കെ ആദ്യത്തെ ആഴ്ചയും പിന്നത്തെ ആഴ്ചയും ഇതൊക്കെ ഒരു തീരുമാനം പരിശുദ്ധ പത്രീസ് തന്നിരുന്നു. എന്നാലിപ്പോൾ ആ കൽപ്പന മാറ്റി 50 ദിവസവും നോമ്പ് നോൽക്കണമെന്നാണ് ഇപ്പോഴത്തെ പുതിയ കൽപ്പന. അപ്പം അതിലൊരു വിട്ടുവീഴ്ചയും വരുത്തരുത്. ചില പറയും പാതി നോമ്പ് വരെ ഇങ്ങനെ പോട്ടെ, പാതി നോമ്പ് കഴിഞ്ഞിട്ട് നോക്കാം. അതിനർത്ഥമില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നോമ്പ് ദിവസങ്ങൾ മാറ്റാൻ നമുക്ക് അധികാരമില്ല. നോമ്പ് അതിൻ്റെ രീതിയിൽ 40 ദിവസം നോക്കുക. ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.